പറഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗറാണ്. അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കൃത്യമായിട്ട് അവരുടെ മോശം വസ്ത്രധാരണം ആദ്യം അവർ മാറ്റണം. ഇവരെ പോലുള്ളവരെ പോക്സോ കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കണം. ഒരു മാറ്റമില്ല. ബെഡ്റൂമിലിടേണ്ടത് ബെഡ്റൂമിലിടണം. വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനം വീട്ടിലിടണം. നാട്ടിലിറങ്ങുമ്പോൾ മാന്യമായിട്ടുള്ള വസ്ത്രധാരണം. നടിയെന്നല്ലേ പറഞ്ഞുള്ളൂ, വെടി എന്ന് പറഞ്ഞില്ലല്ലോ. ഇനി ഈ പൊന്നുമോൾക്ക് ഇനി ഉദ്ഘാടനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ബോച്ചയ്ക്ക് പറ്റിയത് ഹണി ട്രാപ്പ് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. കാരണം ഒരു ഹണിയാണല്ലോ ഹണി ട്രാപ്പ് നടത്തിയിരിക്കുന്നത്. 3 പോയിന്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗവും തുറന്നിട്ടിരിക്കുകയാണ്. ചെവിക്കല്ലേ അടിച്ച് പൊട്ടിക്കേണ്ട സ്ഥിതി ഇവിടെ ഉണ്ടാവണം. അത് പെമ്പിള്ളേർ തന്നെ ഇറങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. നാണവും മാനവും വേണ്ടേ ഈ സ്ത്രീകളോട്? ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത്. ഇന്നത്തെ പുതുതലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം. ബോംബ് കയ്യിൽ വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ബോച്ചയെ വയനാട് പോയിട്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്, ഞാൻ നടിയെന്നല്ലേ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്നെ പറ്റി വിമർശിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ പറയുന്ന ഹണി റോസ് സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടായതാണ്. 100 വീടുകൾ വയ്ക്കുവാനുള്ള സ്ഥലം അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോ കോടതിയിൽ മൊഴി കൊടുക്കാൻ വന്നപ്പോ എന്ത് മാന്യമായിട്ടുള്ള വേഷമാണ് ധരിച്ചത്? എന്തുകൊണ്ട് സമൂഹത്തിൽ ഒരു ഉദ്ഘാടന കർമ്മത്തിന് പോകുമ്പോ അവർക്ക് ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്യാൻ പാടില്ല? അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോ അദ്ദേഹം ഇതാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത്. ഞാൻ പറയുന്ന അദ്ദേഹം ഡബിൾ മീനിങ് പറയണം. താങ്കൾ ഇവിടെ വെച്ചൊരു ഡബിൾ മീനിങ് എന്നോടൊന്ന് പറയൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും. അദ്ദേഹം സന്തോഷവനായിട്ട് ഇറങ്ങി അദ്ദേഹം ഡാൻസ് കളിച്ച് ഡബിൾ മീനിങ് പറഞ്ഞ് നല്ല രീതിയിൽ ഇനിയും ജീവിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. റോഡ് ക്രോസ് ചെയ്ത് വരുമായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഈ റോഡ് ക്രോസ് ചെയ്യോ രാത്രി നേരത്തെ സൂക്ഷിക്കണേ. ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കാം. രാത്രി എന്നെ കാണാൻ വന്നതല്ലേ, ഇപ്പൊ ഞാൻ തിരിച്ചാക്കാം. അമ്മച്ചി രാത്രി റോഡ് ക്രോസ് ചെയ്ത്. ഹായ്, ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം നിഷേധിച്ചു, വീണ്ടും ജയിലിലേക്ക് പോയി എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 14 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരുമോ എന്നുള്ളതാണ്. പക്ഷേ ചൊവ്വാഴ്ച വീണ്ടും ജാമ്യാപേക്ഷ സ്വീകരിക്കും, ജാമ്യത്തിൽ ഇറങ്ങും, ചൊവ്വാഴ്ച ജാമ്യത്തിൽ ഇറങ്ങും എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച തന്നെ ജാമ്യത്തിൽ ഇറങ്ങും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ബോച്ചയുടെ ഈ ഡബിൾ മീനിങ് പ്രയോഗം അത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഈ ഹണി റോസിന് വമ്പൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പറയത്തില്ലേ, ആ ഒരു പരിപാടിയാണ് ഇപ്പൊ ഹണി റോസിന് കിട്ടിയിരിക്കുന്നത്. ഹണി റോസിന്റെ പുതിയ ചിത്രമായ റേച്ചില് ജനുവരി 10-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങും എന്നൊക്കെ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചിത്രം ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, എന്നാൽ ഇന്ന് ആ സിനിമ ഇറങ്ങിയിട്ടുമില്ല. ആ സിനിമ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയും ചെയ്യുകയാണ്. 10 കോടിയിലധികം രൂപ ചെലവാക്കിയെടുത്ത ചിത്രമാണത്. എന്തായാലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതാണിപ്പോ ഈ ഹണി റോസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പൊ ഒരാളൊരു ആത്മഹത്യയുടെ വക്കിലാണ് ഈ ഹണി റോസ് ഇപ്പൊ. എന്തായാലും പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇത് ഹണി റോസിന് വമ്പൻ തിരിച്ചടി തന്നെ ആകും. ഈ ബോച്ചയെ അറസ്റ്റ് ചെയ്തപ്പോൾ ജനരോക്ഷങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ഇനി ഹണി റോസിന്റെ സിനിമ കാണത്തില്ല. ഇനി പുതിയ സിനിമ ഇറങ്ങിയാൽ പോലും ഞങ്ങൾ കാണത്തില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഒരിക്കലും ബോച്ചയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുവല്ല. ബോച്ച പറഞ്ഞതും തെറ്റ് തന്നെയാണ്. എങ്കിലും ഈ ഹണി റോസ് ചെയ്ത ഈ പ്രവൃത്തി കാരണം ഇനി ബോച്ചയോട് ചെയ്ത ഈ ഒരു പ്രവൃത്തി കാരണം ഹണി റോസിന്റെ സിനിമ കാണത്തില്ല എന്നാണ് ജനങ്ങൾ കൂടുതൽ പേരും പറയുന്നത്. സിനിമാ മേഖലയിൽ സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടായിരുന്നത് അത് ഹണി റോസ് തന്നെ ഇല്ലാതാക്കി. തന്റെ ഭാവി താൻ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയത്തില്ലേ, അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഉദ്ഘാടന മേഖല എന്ന് പറയുന്നത് ഇനിയിപ്പോ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്നത് വളരെ കുറവായിരിക്കും. കാരണം ഈ ഒരു ഇഷ്യൂ കാരണം അധികം ആരും ഇനി വിളിക്കുമെന്ന് തോന്നുന്നില്ല. വിളിക്കുമായിരിക്കാം, എങ്കിലും ആ പഴയതുപോലത്തെ ഒരു അനുഭവം ഉദ്ഘാടനം ഒന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഹണിക്ക് പാര ഹണി തന്നെയായി. ഇനി ഉദ്ഘാടനത്തിന് വിളിക്കാൻ ചിലരെങ്കിലും ഒക്കെ ഒന്ന് മടിക്കും. എന്നാ ചിലർ ചോദിക്കും ഇതെല്ലാം കേട്ടിട്ട് ഹണി റോസ് മിണ്ടാതിരിക്കണോ എന്ന്. മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അത് പറയേണ്ട സമയത്ത് അതെല്ലാം പറയണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കുറെ മാസങ്ങൾക്ക് ശേഷം ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി ബോച്ചയോട് ചെയ്തത് വളരെ മോശമായി പോയി.
അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഏതോ ഒരു കൊലപാതകിയെ കൊലക്കുറ്റം ചെയ്തിട്ട് ജയിലിൽ പിടിച്ചുകൊണ്ട് പോകുന്ന കണക്കാണ് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ കൊലപാതകിയെ കൊണ്ടുപോകുന്നത് പോലെ അദ്ദേഹത്തെ കൊണ്ടുപോയി. അതിന് തക്ക തെറ്റൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഈ പോലീസ് സ്റ്റേഷന് ജയിലെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് വലിയ പുത്തരിയൊന്നുമല്ല. അദ്ദേഹം പല പ്രാവശ്യം മുൻപും ഇതുപോലെ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു പരോപകാരിയാണ്. എത്രയോ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുകയും സഹായം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു വാപോയ കോടാലി പോലെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് ഇത്രയധികം പ്രശ്നമാക്കി എടുക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നതല്ലേ ഇതുപോണക്കൊക്കെ. അതൊരു വാണിംഗ് കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഒരിക്കലും ഈ ഒരു പ്രവൃത്തി ബോച്ചയോട് ചെയ്തത് വളരെ അങ്ങേയറ്റം മോശമായി പോയി. എന്തായാലും ഇത് ഹണി റോസിന് തന്നെ തിരിച്ചടി ആയിരിക്കുകയാണല്ലോ. എന്തായാലും ഹണി റോസ് ഇതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഒരു ആത്മഹത്യാ വക്കിലാണ് ഇപ്പൊ ഹണി റോസ് നിൽക്കുന്നത്. ശരിക്കും ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പൊ ഹണി റോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ ഇതിന്റെ ചാറ്റ് ഇതാണ് കേസിന് ആസ്പദമായ സംഭവം. ശരിക്കും കുന്തിദേവി എന്ന് പറഞ്ഞപ്പോൾ അത് നെഗറ്റീവാണ്, ഡബിൾ മീനിങ് ആണ് എന്ന് തോന്നിയെങ്കിൽ പോലും ഹണി റോസ് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് കൈ കൂപ്പിയിട്ട് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് ചെയ്തത്. ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഹണി റോസിന്റെ കഴുത്തിലിടുന്നോണ്ട് വരുന്നുണ്ടോ? ഇതിന് വില കൂടുമ്പോ ആളിട്ട് കഴിഞ്ഞാൽ ഡബിൾ ആവും ഇതിന്റെ റേറ്റ്. നാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. ഇതിലെവിടെയാണ് ലൈംഗികതയോടുകൂടി സ്പർശിച്ചത്? ആ അനുവാദം ചോദിച്ചിട്ടാണ് ആ മാല പോലും ഇട്ടുകൊടുത്തത്. ഇതിൽ നിന്ന് ഈ ഉദ്ഘാടനത്തിന് വന്നിട്ട് ഒരു 10-20 ലക്ഷമെങ്കിലും ഹണി റോസ് വാങ്ങിയിട്ടും ഉണ്ടാവും. ഈ ഹണി റോസ് തന്നെ പറയുന്നുണ്ട് 20 വർഷമായിട്ട് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതായത് കുറെ ഉദ്ഘാടനത്തിനൊക്കെ ഇവര് വിളിക്കാറുള്ളത് ഹണി റോസിനെയാണ്. ഇവരിൽ നിന്ന് തന്നെ ഈടാക്കിയിട്ടുണ്ടാവാം. അതെല്ലാം വാങ്ങി വെച്ചിട്ടാണ്. എന്നാൽ ജോലി ചെയ്തിട്ടാണ് എങ്കിലും അവരല്ലേ ഇത്രയൊക്കെ കൊടുത്തത്. എന്നിട്ട് കൂടിയിട്ട് ഈ ഒരു രീതിയിൽ പരാമർശിക്കുന്നത് ഒന്നും ഒട്ടും ശരിയായ കാര്യമല്ല. ഇത്രയധികം ബിസിനസ് ഡീലൊക്കെ ഉള്ള രണ്ടുപേർ തമ്മിൽ ഇതൊക്കെ വേണമായിരുന്നോ? ഇഷ്ടമില്ലാത്ത സംഗതികളൊക്കെ അദ്ദേഹം പറയുവാണെങ്കിൽ അത് വാണിംഗ് ചെയ്ത് വിടണമായിരുന്നു. അതല്ലേ അതിന്റെ മര്യാദ. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ ക്യാഷുകളെല്ലാം കൈക്കലാക്കിയതല്ലേ ഹണി റോസ്. പിന്നീട് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയത് ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. പറയാത്ത പുരുഷന്മാരാരാ? ഇതൊക്കെ കൂട്ടുവായിക്കുമ്പോ ബോച്ചെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇതിൽ കുറെ ദുരൂഹതകൾ മണക്കുന്നുണ്ട്. ഇതിന്റെ പിറകില് ആരുടെയൊക്കെയോ ചരടുവലികൾ നടക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ കറുത്ത കരങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ബോച്ചെ പുറത്തിറങ്ങുമ്പോൾ ഉഗ്രൻ സ്വീകരണം തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിങ്ങുന്ന കാണാം. ഇതിനെല്ലാം വഴിയൊരുക്കിയ ഹണി റോസും ഈ മീഡിയക്കാരുമാണ്. എന്തായാലും ബോച്ചെ പുറത്തിറങ്ങുമ്പോൾ ഉഗ്രൻ സ്വീകരണം ഹണി റോസ് കാണട്ടെ. അഭിനേത്രിമാരുണ്ട്, ശോഭന മാഡം ഉണ്ട്, അല്ലെങ്കിൽ ശ്രീമതി മഞ്ജു വാര്യർ, ശ്രീമതി കാവ്യ മാധവൻ അടക്കം ഒരുപാട് പേർ. പെട്ടെന്ന് ഓർമ്മ വരുന്നവരുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരാരും ഇനോഗ്രേഷൻ പോകുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ പോകുന്നത്.
അപ്പൊ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ സാരി നല്ലതാണ്, പക്ഷെ ടിപ്പ് ബർസാ പാനിയിൽ രവീന ടണ്ടൻ ഉടുക്കുന്നത് പോലെ സാരി ഉടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നോർമൽ രീതിയിലുള്ള വസ്ത്രധാരണയല്ലേ നടത്തിയിട്ടുള്ളൂ എന്ന് കേരളത്തിൽ ഒരാളെങ്കിലും പറയുമോ എനിക്ക് സംശയമുണ്ട് കേട്ടോ. അത് മനുവിന്റെ നിലപാടാണെങ്കിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണം നോർമൽ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അമിതാഭ് ബച്ചനാണ്. എത്രയോ വലിയ അഭിനേത്രിമാരുണ്ട്, ശോഭന മാഡം ഉണ്ട്, അല്ലെങ്കിൽ ശ്രീമതി മഞ്ജു